ഓക്കെ. ഐസക് ന്യൂട്ടൺ തികഞ്ഞ ഒരു ദൈവവിശ്വാസിയായിരുന്നു. ദാനിയേൽ പ്രവചനം എന്ന് പറയുന്ന ഒരു പുസ്തകം ബൈബിളിന്റെ പഴയ നിയമത്തിലുണ്ട്. അതേക്കുറിച്ച് ഒരു വ്യാഖ്യാനം എഴുതുകയും ചെയ്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം കാണുന്ന ബെഥേസ്ദ കുളം, 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്ന കുളം, ആ ഭാഗം ഖനനം ചെയ്ത് അത് അതുപോലെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. വില്യം റാംസേ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ലൂക്കോസ് എഴുതിയ കാര്യങ്ങൾ, ചരിത്രം തെറ്റാണെന്ന് പറയുവാൻ താൻ പ്രൂവ് ചെയ്യുവാനായിട്ട് താൻ ശ്രമിച്ചു. പല സ്ഥലങ്ങൾ താൻ സന്ദർശിച്ചു. തൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതൊരു വിശ്വാസിയായിട്ട്. സയൻസ് ബൈബിളിന് വിരുദ്ധമല്ല, ബൈബിൾ സയൻസിനും വിരുദ്ധമല്ല. ഇന്ത്യയെക്കുറിച്ച് ബൈബിളിലുണ്ട്. ലൈഫ് ഫോക്കസ് ഇന്ന് ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത് ശാസ്ത്രയുഗത്തിൽ ബൈബിൾ വിശ്വസനീയമോ എന്നുള്ളതാണ്. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ദേശീയ അന്തർദേശീയ വേദിയിൽ ശ്രദ്ധേയനായ പ്രഭാഷകനും വേദാധ്യാപകനും 14 ഈടുറ്റ ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ഇവാഞ്ചലിസ്റ്റ് തോംസൺ ബി തോമസ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നാം ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ വന്നു നിൽക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പല ആളുകളും ചിന്തിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള പല മതങ്ങളും മതഗ്രന്ഥങ്ങളും ഒക്കെ കാലഹരണപ്പെട്ടതാണെന്നാണ്. താങ്കൾ ഒരു ബൈബിൾ ടീച്ചർ എന്നുള്ള നിലയിൽ എൻ്റെ ചോദ്യം, ഈ ആരോപണം ബൈബിളിന് നേരെ വന്നാൽ താങ്കൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? ചോദിച്ച ചോദ്യം വളരെ പ്രാധാന്യമുള്ള, പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഈ കാലത്ത് വളരെ പേർ ബൈബിൾ അതുപോലെയുള്ള അവകാശപ്പെടുന്ന മറ്റ് പല പുസ്തകങ്ങളൊക്കെ, ഗ്രന്ഥങ്ങളൊക്കെ ആവശ്യമില്ലാത്തതാണ്, അതിന് ഇറലവൻ്റായി തീർന്നു, അത് വേണ്ട എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചോദ്യം സാധാരണ കേൾക്കാറുള്ളതാണ്. ബൈബിളിനെ സംബന്ധിച്ച് ഉള്ള കാര്യമാണല്ലോ നാം പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. ബൈബിളിൻ്റെ റെലവൻസിനെ കുറിച്ച് നാം ഓർക്കേണ്ട ഒരു കാര്യം, 21-ാം നൂറ്റാണ്ടോ എത്ര നൂറ്റാണ്ട് വേണമെങ്കിലും മുൻപോട്ട് പോയാലും നമുക്ക് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് യാതൊരു വ്യത്യാസവുമില്ല. എന്തായിരുന്നോ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ 2000 വർഷങ്ങൾക്ക് മുൻപ്, ആ പ്രശ്നങ്ങളുടെ ബേസിക്കായിട്ടുള്ള പ്രശ്നങ്ങളുടെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല. കാലങ്ങൾ അതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് മാറ്റമില്ലാത്തിടത്തോളം കാലം ആ കാലത്ത് അന്നത്തെ ആവശ്യത്തിന് എഴുതിയ ആ തിരുവചനത്തിന് റെലവൻസും ഒരിക്കലും പോകുന്നില്ല, അത് തുടരുക തന്നെ ചെയ്യുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അളവിൽ വ്യത്യാസങ്ങളോ ചില സാഹചര്യം അനുസരിച്ചുള്ള ചില വ്യത്യാസങ്ങളൊക്കെ, ബേസിക്കലി ഇറ്റ്സ് ഓൾ ദ സെയിം. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് വ്യത്യാസമില്ല. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ക്രിസ്തുവിന് 1500 വർഷങ്ങൾക്ക് മുൻപ് എന്ത് പ്രസക്തി ഈ വചനങ്ങൾക്കുണ്ടായിരുന്നുവോ, ഈ രേഖകൾക്കുണ്ടായിരുന്നുവോ, ആ പ്രസക്തി ഇന്നുമുണ്ട്. അത് കാലങ്ങൾ മാറ്റുന്നതല്ല. മറ്റൊരു കാര്യം, ഇത് നൽകിയത് ദൈവമാണ്. ഇത് ദൈവിക വെളിപ്പാടാണ്. സത്യവേദ പുസ്തകം ദൈവവചനമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം, ദൈവം നൽകിയതാണ്. ദൈവം ഏത് കാലത്തും റെലവൻസ് ഉള്ള വ്യക്തിയായി, പ്രസക്തി ഉള്ള വ്യക്തിയാണ്. ദൈവത്തിന് പ്രസക്തി എന്നുമുണ്ടെങ്കിൽ ദൈവവചനത്തിനും പ്രസക്തി എന്നുമുണ്ട്. അത് മാത്രമല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തിരസ്കരിക്കുവാൻ, തെറ്റെന്ന് തെളിയിക്കുവാൻ ഇന്ന് വരെയും ആർക്കും സാധിച്ചിട്ടില്ല. വേദപുസ്തകത്തിലെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ അധ്യായം മുതൽ മറ്റ് പല കാര്യങ്ങൾ തിരുവചനത്തിൽ കാണുന്നുണ്ടല്ലോ, അതെല്ലാം ഇന്ന് വരെയും തെറ്റെന്ന് തെളിയിക്കുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതിന്നും നിൽക്കുന്നു. ആ നിലയ്ക്ക് പ്രസക്തി എന്നും ഉണ്ട് എന്ന് തന്നെ പറയാം. ഈ തെറ്റെന്ന് ആർക്കെങ്കിലും തെളിയിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ പ്രസക്തി നഷ്ടപ്പെടും, തിരസ്കരിക്കപ്പെടേണ്ടി വരും. എന്നാൽ ഇന്നും ആ നിലയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ റെലവൻസ്, ഇതിൻ്റെ പ്രസക്തി ഇന്നുമുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായി പറയാം. ബൈബിൾ, സത്യ വേദപുസ്തകം ഇന്നും എല്ലാവർക്കും ആവശ്യം.
ഈ ബൈബിള് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് സാർ ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ ഇത് എഴുതിയത് പല ആളുകളാണല്ലോ. മത്തായി എഴുതി, മർക്കോസ് എഴുതി, ലൂക്കോസ് എഴുതി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അവരും ഇവരുമൊക്കെ എഴുതി എന്ന് പറയുമ്പോൾ എങ്ങനെ അത് ദൈവവചനം എന്ന് പറയാൻ പറ്റും? അതും വളരെ നല്ലൊരു ചോദ്യമാണ്, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത്. പൗലോസല്ല എഴുതിയത്, പിന്നെ അതെങ്ങനെ ദൈവവചനമാകുന്നത് എന്ന് നമ്മളൊന്ന് ഓർക്കേണ്ടത്, ഈ മത്തായിയും മർക്കോസും അല്ലെങ്കിൽ മോശ, അതുപോലെ പൗലോസ്, ഇവരൊക്കെ അവരായിരുന്ന സ്ഥാനങ്ങളിൽ, കാലങ്ങളിൽ, പരിസ്ഥിതികളിൽ അവർക്ക് എതിർപ്പെട്ട ആവശ്യങ്ങളനുസരിച്ച് അവരുടെ സ്വയമായ ശൈലിയിൽ അവർ എഴുതിയവയാണ് ഇവയൊക്കെ, സംശയമില്ല. എന്നാൽ ഇവരെഴുതിയ ഈ എഴുത്തുകളെക്കുറിച്ച്, ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ എഴുത്തുകളെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, ഇത് ദൈവം എന്ത് ലോകത്തിന് പറയുവാൻ ആഗ്രഹിച്ചുവോ അതെഴുതത്തക്കവണ്ണം ദൈവം അവരെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അവരൊരു മെഷീൻ പോലെ എഴുതുകയായിരുന്നില്ല, ഒരു സെക്രട്ടറി കുറിക്കുന്ന പോലെ എഴുതുകയായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ അവർ സ്വയമായി എഴുതുകയായിരുന്നു. എന്നാൽ ദൈവം അവരുടെ ജീവിതത്തെയും പശ്ചാത്തലത്തെയും പോലും എന്ത് തനിക്ക് ലോകത്തിന് പറയുവാൻ ആഗ്രഹിക്കുന്നുവോ അതെഴുതത്തക്കവണ്ണം അവരെ നയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവരെഴുതിയത് ആ നിലയിൽ ദൈവത്തിൻ്റെ വചനമായി തന്നെ പരിണമിച്ചു. ഏതാണ്ട് 40ഓളം പേർ ഏതാണ്ട് 1500 വർഷങ്ങളിൽ ഇത് എഴുതിയെന്നാണ് ധരിക്കപ്പെടുന്നത്. പല സാഹചര്യങ്ങളിലിരുന്ന്, ചിലർ ആ രാജകൊട്ടാരങ്ങളിലിരുന്ന് എഴുതി, ചിലർ ജയിലിലിരുന്ന് എഴുതി, ചിലർ ആ പത്മോസ് ദ്വീപ് പോലെയുള്ള നാട് കടത്തപ്പെട്ട ആരും ജീവിക്കാത്ത ആ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്തിരുന്ന് എഴുതി. അങ്ങനെ പല രംഗങ്ങളിലിരുന്ന് അവരെഴുതി. എന്നാൽ അവരെല്ലാവരും എഴുതിയത് വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിരുന്നു. നമ്മൾ സ്കൂളുകളിലൊക്കെ പല പുസ്തകങ്ങൾ പഠിക്കാറുണ്ട്. അത് പഠിക്കുന്ന ആളുകൾ ഇതിലെ കണ്ടൻറ്റ്, ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നുള്ള ഉൾക്കാഴ്ചയിലാണ് അത് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു ചരിത്ര വിദ്യാർത്ഥി ബൈബിളിനെ നോക്കുമ്പോൾ ചരിത്രപരമായി ബൈബിൾ സത്യമാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തെളിവുകളുണ്ടോ? ആദ്യം എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, ബൈബിൾ ഒരു ചരിത്ര ഗ്രന്ഥമല്ല, ഇത് വീണ്ടെടുപ്പിൻ്റെ ചരിത്രമാണ്. വീണ്ടെടുപ്പിൻ്റെ ചരിത്രമെന്ന് പറയുമ്പോൾ പാപത്തിൽ നിന്നും മനുഷ്യൻ എങ്ങനെ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം എന്നുള്ള ചരിത്രം, അതിനുള്ള വഴി കാട്ടുന്ന ഗ്രന്ഥമാണ്. അതിൽ ഇസ്രയേലിന് പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് ഈ വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിൽ. അപ്പോൾ നാം ബൈബിൾ നോക്കിയാൽ അതിൻ്റെ പ്രാരംഭം തൊട്ട് അതിൻ്റെ ഒടുവ് വരെയും ലോക ചരിത്രത്തിൽ ആണ് ആ രേഖകളെല്ലാം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചരിത്ര പശ്ചാത്തലം നമുക്ക് ബൈബിളിലെല്ലാം കാണാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു സംഭവം പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം ചരിത്രമാണല്ലോ. അപ്പോൾ ആ നിലയിൽ ഈ ഇസ്രയേലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതോട് ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ ആ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ഇസ്രയേൽ ജനം അവർ മിസ്രൈമിൽ അടിമകളായിട്ട് പാർത്ത കാര്യം നാം കാണുന്നുണ്ട്. ഫറവോൻ്റെ കാര്യം പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു. അതുപോലെ മോശയെ എടുത്തു വളർത്തിയ ഫറവോൻ്റെ പുത്രിയെക്കുറിച്ച് നാം കാണുന്നു. ഇവരൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നവരാ, അല്ലെങ്കിൽ അഭ്യൂഹങ്ങളല്ല അവയൊന്നും. പിന്നീട് നാം നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെ യാത്ര നാം കാണുന്നുണ്ട്. അവർ കടന്നുപോയ വഴികൾ, ആ വഴികളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഭൂപടത്തിൽ അടയാളപ്പെടുത്താവുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. മാത്രമല്ല, നാം ചരിത്ര പുസ്തകമായിട്ടുള്ള യോശുവയുടെ പുസ്തകവും ഒക്കെ വായിക്കുമ്പോൾ അവർ പിടിച്ചടക്കിയ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ നാം കാണുന്നുണ്ട്, രാജാക്കന്മാരെക്കുറിച്ചൊക്കെ നാം കാണുന്നുണ്ട്. അവരൊക്കെ ചരിത്രത്തിൽ ജീവിച്ച വ്യക്തികളാണെന്ന് ലോക ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അതുപോലെ ഇസ്രയേലിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ദാവീദ് തുടങ്ങിയുള്ള രാജാക്കന്മാർ, അവരൊക്കെ ചരിത്ര പുരുഷന്മാരായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുമാത്രമല്ല, സാമ്രാജ്യങ്ങളുടെ കാര്യമൊക്കെ പഴയ നിയമത്തിൽ നാം വളരെ കാണുന്നുണ്ട്. അശൂരും അതുപോലെ മേദോപാസ്യരും റോമക്കാരും ബാബിലോണിയരെയും ഈജിപ്റ്റ് സാമ്രാജ്യവും ഒക്കെ നാം കാണുന്നുണ്ട്. ഇവയൊക്കെ ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ്, അഭ്യൂഹങ്ങളല്ല. മാത്രമല്ല, പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ നോക്കുക. യേശുക്രിസ്തുവിൻ്റെ ജനനം നോക്കിയാൽ ലൂക്കോസ് ആണ് ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിൽ, ലൂക്കോസിനെ ലോകം പോലും
ഒരു ചരിത്രകാരനെന്ന് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഒരു ചരിത്രകാരൻ, വിശ്വസനീയമായിട്ടുള്ള ഒരു ചരിത്രകാരൻ ഏത് നിലയിൽ ചരിത്രം എഴുതുമോ അതേ നിലയിൽ ഒരു തികഞ്ഞ ചരിത്രകാരൻ എന്നുള്ള നിലയിൽ വൈദ്യനായ ലൂക്കോസ് ഈ 2 വാല്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷമെന്നും അതുപോലെ അപ്പോസ്തല പ്രവൃത്തി എന്നും പറയുന്ന ഈ 2 വാല്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവ നോക്കിയാൽ ചരിത്രത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ, യേശുവിൻ്റെ ജനനം, ജീവിതം, പ്രവൃത്തി ഒക്കെ വരച്ചു കാട്ടിയിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് ആ ജനന സമയത്ത് കുറിച്ച് പറയുന്ന ആ ഭാഗമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തേണമെന്ന് അഗസ്റ്റോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. തുടർന്ന് താഴേക്ക് യേശുക്രിസ്തു എൻ്റെ മാതാപിതാക്കൾ ഈ രജിസ്ട്രേഷന് വേണ്ടി ബേത്ലഹേമിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറയാൻ വേണ്ടി താൻ ഇവിടെ പറയുന്ന കാര്യമാണ്. ആ കാലത്ത് റോമൻ ചക്രവർത്തി ആരായിരുന്നു എന്ന് ഇവിടെ നാം കാണുന്നു. അതുപോലെ സിറിയ ആര് ഭരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ, അല്ലെങ്കിൽ തനിക്ക് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആ കാലത്ത് ആര് ഭരിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുന്നത് നാം കാണുന്നുണ്ട്. വീണ്ടും മരണസമയത്തേക്ക് വരുമ്പോൾ പിലാത്തോസിനെ നാം കാണുന്നു. മാത്രമല്ല ഹേരോദാവ്, വലിയവനായിട്ടുള്ള ഹേരോദാവ്, ഹെരോഡ് ദ ഗ്രേറ്റ് എന്ന് പറയും, തന്നെക്കുറിച്ചുള്ള പരാമർശം. അതുപോലെ മറ്റ് തൻ്റെ മക്കളായിട്ടുള്ള ഹേരോദ്യ രാജാക്കന്മാർ, നാടുവാഴികൾ, അവരെക്കുറിച്ചുള്ള പരാമർശം. അതും കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നാൽ അവിടെയും നമുക്ക് ഓരോ ചരിത്ര പരാമർശങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പൗലോസിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ. അങ്ങനെ വേദപുസ്തകത്തിലെ ചരിത്രം ലോക ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വരച്ച് കാട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ലോക ചരിത്രത്തിൻ്റെ പരാമർശങ്ങൾ തെറ്റെന്ന് തെളിയിക്കാൻ ആർക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല. സംശയാസ്പദമായി ഇരുന്നവ പോലും പിന്നീട് ലോക ചരിത്രകാരന്മാർ, സെക്കുലർ ഹിസ്റ്റോറിയൻസ്, അത് ശരിയെന്ന് വെക്കുവാനായിട്ടാണ് ഇടയായിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണം ഒന്ന് പറയാം. വില്യം റാംസെ എന്ന് പറയുന്ന ഒരു വ്യക്തി, താനൊരു ചരിത്രകാരനായിരുന്നു, ചരിത്രം പഠിക്കുന്ന വ്യക്തിയായിരുന്നു. താൻ ഈ ലൂക്കോസ് എഴുതിയ ചരിത്രം, അല്ലെങ്കിൽ പ്രധാനമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന പൗലോസിൻ്റെ യാത്രകൾ, ഇവയൊക്കെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ അതൊക്കെ തെറ്റാണെന്ന് എനിക്ക് തോന്നി. ആ സ്ഥലങ്ങളെക്കുറിച്ചുള്ള പരാമർശവും യാത്രയുടെ ആ ക്രമവും ഒക്കെ തെറ്റാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ ചരിത്രത്തിൻ്റെ വിശ്വാസ്യതയെ താൻ ചോദ്യം ചെയ്തിരുന്നു. ഇത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ താൻ സന്ദർശിച്ചു. എന്നാൽ തിരിച്ചു വന്നത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്തല്ല, ഇത് ശരിയാണെന്ന് പ്രൂവ് ചെയ്തും മാത്രമല്ല ഒരു വിശ്വാസിയുമായിട്ടാണ് താൻ മടങ്ങി വന്നത്. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പലതുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബൈബിളിൻ്റെ ചരിത്രം, കാണുന്ന ചരിത്രം, ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, അതൊരു ചരിത്ര പുസ്തകമല്ല. എന്നാൽ ഇതിൽ പരാമർശിച്ചിരിക്കുന്ന ചരിത്രം സെക്കുലർ ഹിസ്റ്ററിക്ക് വിരോധമല്ല, അതോട് ചേർന്ന് പോകുന്നത് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ ബൈബിളിൽ അനേക സ്ഥലങ്ങളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ടല്ലോ. ജിയോഗ്രഫിക്കലി ഇന്ന് വേൾഡ് മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതോ കെട്ടിച്ചമയ്ക്കപ്പെട്ട കഥകളാണോ എന്നൊക്കെ ചില ആളുകൾ സംശയിക്കാറുണ്ട്. അതിനെപ്പറ്റി എന്ത് പറയുന്നു? വേദപുസ്തകത്തിൽ പറയുന്ന നറേറ്റീവ്സിൽ അനവധി സ്ഥലങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. നാം ലോക ചരിത്രം നോക്കിയാൽ ആ സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ്. ഉദാഹരണത്തിന് ഈജിപ്റ്റ്, അല്ലെങ്കിൽ ഇസ്രയേൽ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക, യെരുശലേം ഉദാഹരണമായിട്ട് എടുക്കുക, അവയൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. യെരുശലേം അവിടെയൊക്കെ ഉണ്ട്. അതിരുകൾ ചിലപ്പോൾ മാറിയിരിക്കാം. ഉദാഹരണത്തിന് ഇസ്രയേൽ തന്നെ കണക്കിലെടുക്കുക. ഇസ്രയേലിൻ്റെ അതിരുകൾ ദാവീദിൻ്റെ കാലത്തും അതുപോലെ ശലോമോൻ്റെ കാലത്തും ഇന്നുണ്ടായിരിക്കുന്ന അതിരുകളല്ല. അത് വളരെ വിസ്തൃതമായിരുന്നു. ഇപ്പോൾ അത് ചെറുതായി. എന്നാൽ അതിരുകൾക്ക് വ്യത്യാസം വന്നുവെങ്കിലും സ്ഥലം അത് തന്നെയാണ്. അതുപോലെ യെരുശലേമും അതിൻ്റെ അതിരുകൾക്കും വ്യത്യാസം ഉണ്ടായിരിക്കാം, എന്നാൽ സ്ഥലം ഇന്നും അവിടെയുണ്ട്. വേറൊരു ഉദാഹരണം മനസ്സിൽ പെട്ടെന്ന് വരുന്നത് തെസ്സലോനിക്കയാണ്. പൗലോസ് അവിടെ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നാം കാണുന്നു. അതുപോലെ അവിടെയുള്ള വിശ്വാസികൾക്ക്, സഭയ്ക്ക് 2 ലേഖനങ്ങൾ പൗലോസ് എഴുതുന്നത് നാം കാണുന്നുണ്ട്. ആ സ്ഥലം ഇന്നും ഉണ്ട്. പേരിനല്പം ഒരു വ്യത്യാസം. ബൈബിളിൽ നാം തെസ്സലോനിക്ക എന്നാണ് നാം കാണുന്നത്, എന്നാൽ ഇന്ന് അതിനുള്ള പേര് തെസ്സലോനിക്കി എന്ന് മറ്റുമാണ്. ചെറിയൊരു വ്യത്യാസം. അങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ ഇന്നുമുണ്ട്.
അതിരുകൾക്കും നാമങ്ങൾക്കും അല്പവ്യത്യാസമുണ്ടാവാം. അത് സ്വാഭാവികമാണല്ലോ. ആ അതിരുകൾക്ക് നിശ്ചയമായിട്ടും വ്യത്യാസങ്ങൾ ഏത് കാലത്തും ഉണ്ടാവാം. ഇന്ത്യയെക്കുറിച്ച് ബൈബിളിലുണ്ട്. അത് അന്ന് കണ്ടുള്ള ഇന്ത്യയല്ല. വ്യത്യാസമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തലമുറയിലാണ് പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെ വിഭജിക്കപ്പെട്ടത്. എന്നാൽ ഇന്ത്യ ഇന്നുമുണ്ട്. അതിരുകൾക്ക് വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈബിളിൽ നാം കാണുന്ന സ്ഥലങ്ങൾ യഥാർത്ഥ സ്ഥലങ്ങളാണ്. അത് ഐതിഹ്യങ്ങളല്ല, ചമച്ചുണ്ടാക്കിയ ഒരു ഭാവനയിൽ വരുന്നതല്ല. അതെല്ലാം ചരിത്രപരമാണ്, വസ്തുതകളുള്ളതാണ്. ആ നാമങ്ങൾ പലയിടത്തും ഇന്നുമുണ്ട്. നാമങ്ങളിൽ ചിലയിടത്തൊക്കെ വ്യത്യാസമുണ്ടാവാം, അതിരുകൾക്കും വ്യത്യാസമുണ്ടാവാം, അതിരുകളുടെ വ്യാപ്തി അതിനും വ്യത്യാസമുണ്ടാവാം. എന്നാൽ സ്ഥലങ്ങളൊക്കെ ഇന്നും ഉള്ളതാണ്. അത് ഐതിഹ്യങ്ങളല്ല, ഊഹാപോഹങ്ങളല്ല, ചമച്ചുണ്ടാക്കിയ കാര്യങ്ങളല്ല. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടങ്ങളിൽ ബൈബിൾ ലാൻഡുകളിലേക്കുള്ള യാത്രകൾ പലരും നടത്താറുണ്ട്. പൗലോസ് യാത്ര ചെയ്ത സ്ഥലങ്ങൾ, അതുപോലെ യേശുക്രിസ്തു യാത്ര ചെയ്ത സ്ഥലങ്ങൾ, യേശുക്രിസ്തു പ്രവർത്തിച്ച ഇടങ്ങൾ ഒക്കെ കാണാനായിട്ട് പോവുക എന്ന് പറയുമ്പം സാറ് പറഞ്ഞതുപോലെ അത് ആ സ്ഥലങ്ങൾ ഇന്നും ഉള്ളതുകൊണ്ടാണല്ലോ അവിടെ പോകാനായിട്ട് കഴിയും. പൗലോസിൻ്റെ സ്റ്റാച്യു ഉള്ളിടമുണ്ട്. അതുപോലെ കൊരിന്തിലെ അക്രോപ്പൊലിസ് അവയൊക്കെ, അതുപോലെ അഥേന, ആ ഭാഗങ്ങളൊക്കെ ഇന്നും പോയി കണ്ട് മനസ്സിലാക്കാവുന്ന പുരാതന സ്ഥലങ്ങളാണ്. അതിൻ്റെ ശേഷിപ്പുകളാണ് ഇപ്പോഴുള്ളത്. പണ്ടുണ്ടായിരുന്ന നിലയിലല്ല. അതൊക്കെ ഇന്നും അവിടെ ഉണ്ട്. മാത്രമല്ല ചില സ്ഥലങ്ങളൊക്കെ കാലങ്ങൾ കൊണ്ടുണ്ടായ വെള്ളപ്പൊക്കം കൊണ്ടൊക്കെ ആവാം, അത് ഭൂമിക്ക് അടിയിൽ പോയിട്ടുള്ളവയാവാം. അവയൊക്കെ ഖനനം ചെയ്ത് ആ സ്ഥലങ്ങളൊക്കെ വീണ്ടും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യഥാർത്ഥമായ സ്ഥലങ്ങളാണെന്നുള്ളതിൻ്റെ തെളിവുകളാണ് അവയൊക്കെ. എന്ന് പറഞ്ഞാൽ ആർക്കിയോളജി അതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആർക്കിയോളജി വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആർക്കിയോളജി വാസ്തവത്തിൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു ശാസ്ത്രശാഖയല്ല. പ്രത്യേകിച്ച് ബൈബിളീകമായിട്ടുള്ള ആർക്കിയോളജി ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ് കൂടുതൽ ശക്തമായത്. നമുക്കിങ്ങനെ പറയാം, ആർക്കിയോളജിയുടെ സ്പേഡുകൾ, അവരുടെ ആയുധങ്ങൾ തിരുവചനത്തിലെ പല വസ്തുതകളും സത്യമാണെന്ന് തെളിയിക്കുവാൻ നമ്മെ വളരെ സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണങ്ങൾ പറയാം. ദാവീദ് ഉണ്ടായിരുന്നു എന്ന് പോലും ക്വസ്റ്റ്യൻസ് ഉന്നയിക്കുന്നവരുണ്ടായിരുന്നു, ചോദ്യങ്ങളുമായിട്ട് വരുന്നവരുണ്ടായിരുന്നു. ദാവീദിനെക്കുറിച്ചുള്ള ടാബ്ലറ്റ്സ് അവ കണ്ടുപിടിച്ചത് നിമിത്തം ഇങ്ങനൊരാൾ ജീവിച്ചിരുന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായി. ഹിവ്യർ, ഹിത്യർ തുടങ്ങിയവരൊക്കെ ആരാ? വേദോസ്തത്തിൽ മാത്രമേ ഉള്ളല്ലോ. ഇതൊക്കെ ചുമ്മാതെ ഊഹാപോഹങ്ങളാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഈ ആർക്കിയോളജിസ്റ്റിൻ്റെ ആയുധങ്ങൾ, സ്പേഡുകൾ, അവരെക്കുറിച്ചുള്ള രേഖകൾ ഖനനം ചെയ്തിട്ടുണ്ട്. വേറെ ഉദാഹരണം പറയാം. നാം 2 രാജാക്കന്മാർ 20-ാം അധ്യായം വായിക്കുമ്പോൾ ഹിസ്കിയാവിൻ്റെ കാലത്ത് ഹിസ്കിയാവ് ഒരു കനാൽ വെട്ടിയുണ്ടാക്കുന്നത് കുറിച്ചുള്ള പരാമർശം 20-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു നാം കാണുന്നുണ്ട്. അത് കുഴിച്ചെടുത്ത് അതിൽ ഉണ്ടായിരുന്ന ഫലകങ്ങൾ വെച്ചിരുന്ന, ആ പനിയെക്കുറിച്ചുള്ള വിശദീകരിച്ചിരുന്ന മാർബിൾ ഫലകങ്ങൾ അവിടെ നിന്നും കുഴിച്ചെടുത്ത് ഇന്നും അത് അവിടെ കാണുവാനായിട്ടുണ്ട്. തന്നെയുമല്ല, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം കാണുന്ന ബെഥേസ്ദ കുളം, 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്ന കുളം യെരൂശലേമിൽ ഉണ്ടായിരുന്നതാണ്. ആ സുവിശേഷങ്ങളിൽ നാം വ്യക്തമായി കാണുന്നു. ആ ഭാഗം ഖനനം ചെയ്ത് അതുപോലെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കാണേണ്ടവർക്കൊക്കെ പോയി കാണാം. ഈ കാര്യങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത് ഈ സുവിശേഷങ്ങളും വേദപുസ്തകത്തിലെ മറ്റു പുസ്തകങ്ങളും ചുമ്മാതെ എഴുതിയിരിക്കുന്നതല്ല, വസ്തുതകൾ അതുപോലെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ആർക്കിയോളജിക്കലായിട്ടുള്ള ഖനനങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ ബൈബിളിൻ്റെ വസ്തുതയെ, അത് വാസ്തവമാണെന്നതിനെ വളരെ വ്യക്തമാക്കുന്ന കാര്യമാണ്. അനവധി കാര്യങ്ങളുണ്ട് പറയുവാനായിട്ട്. എന്നാൽ ചിലത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ശാസ്ത്രം വികസിച്ചൊരു കാലഘട്ടമായത്. അപ്പം ശാസ്ത്രം പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും തോറും ഈ പുരാതന കാര്യങ്ങളെല്ലാം തിരുത്തപ്പെടേണ്ടതായി വരുന്നു എന്ന് പൊതുവെ ചിന്തിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ശാസ്ത്രം ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടുപിടിച്ച കാര്യങ്ങൾ പോലും ശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അത് തന്നെ തിരുത്തി എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പുരാതന ലിഖിതങ്ങളിൽ, ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തികച്ചും അശാസ്ത്രീയമല്ലേ എന്ന് വളരെയധികം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട്. സാറിന് ബൈബിളും ശാസ്ത്രവും തമ്മിലുള്ള ആ കണക്ഷനെ എങ്ങനെ ചിത്രീകരിക്കാൻ കഴിയും? ഒന്നാമത് നമ്മൾ ഓർപ്പിക്കാനുള്ളത്, മുൻപ് ഞാൻ പറഞ്ഞു, ബൈബിൾ ഒരു വേൾഡ് ഹിസ്റ്ററി അല്ല, എഴുതിയിരിക്കുന്ന പുസ്തകമല്ല. അതുപോലെ ബൈബിള് ഒരു സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഒന്നുമല്ല. ഓക്കെ, അതുകൊണ്ട് സയൻസിൻ്റെ കാര്യങ്ങൾ പറയുവാൻ എഴുതിയിരിക്കുന്ന പുസ്തകമല്ല.
മുൻപ് ഞാൻ പറഞ്ഞ പോലെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രമാണ് ഇതിലുള്ളത്. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ശാസ്ത്രത്തിന് വിരുദ്ധമല്ല, യഥാർത്ഥ ശാസ്ത്രത്തിന്. ഓക്കെ, ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ വിശ്വസിച്ച കാര്യങ്ങളല്ല ചിലപ്പോൾ ഇപ്പോൾ പല കാര്യങ്ങളിലും ശാസ്ത്രജ്ഞന്മാർ തന്നെ വിശ്വസിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ മാറ്റി എഴുതേണ്ട അവസ്ഥ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുക, എന്നാൽ തിരുവചനത്തിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ദൈവവചനത്തിൽ നാം അത് ആ സ്പെരിക്കൽ ഇൻ ഷേപ്പ്, അത് ഉരുണ്ടതാണെന്നുള്ള ആ വസ്തുതയെ തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. യെശയ്യാവ് പറയുന്നതായി നാം കാണുന്നുണ്ട്. അത് നാസ്തിത്വത്തിന്മേൽ തൂക്കുന്ന കാര്യം ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് നാം കാണുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിർത്തുന്നു എന്നുള്ള കാര്യം ആ തിരുവചനത്തിൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ശരീരത്തിൻ്റെ ജീവൻ അത് രക്തത്തിലാണെന്നുള്ളത് മോശ എഴുതി, 1500 BC മോശ എഴുതി, ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അത് ശാസ്ത്രം കണ്ടുപിടിച്ചത് ഇപ്പോഴാണ്. അങ്ങനെയുള്ള അനവധി ഉദാഹരണം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ശാസ്ത്രം മാറുന്നതാണ്. എന്നാൽ തിരുവചനം ഒരു ശാസ്ത്രപുസ്തകമല്ല, എന്നാൽ അതിലെ വസ്തുതകൾ യഥാർത്ഥ ശാസ്ത്രത്തിന് വിരുദ്ധമല്ല. കാരണം ശാസ്ത്രത്തിൻ്റെയൊക്കെ പിന്നിൽ വർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണിത്. അതുകൊണ്ട് സംശയമായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, ശാസ്ത്രം തിരുത്തി എഴുതും. അന്ന് തിരുവചനത്തിൽ നാം കാണുന്നതിന് അനുസാരമായി അതും തീരും എന്നുള്ളത് നാം മനസ്സിലാക്കണം. മറ്റൊരു ഉദാഹരണം ഓർക്കുക. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ സൃഷ്ടി വൃത്താന്തം നാം കാണുന്നുണ്ട്. 6 ദിവസം കൊണ്ട് ദൈവം സകലത്തെയും സൃഷ്ടിച്ച കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ശാസ്ത്രത്തിന് വിശദീകരണമില്ലാത്ത കാര്യമാണ്. മറ്റൊരു വിശ്വാസങ്ങൾക്കും വിശദീകരണമില്ലാത്ത കാര്യമാണ്. ആ 1-ാം അധ്യായത്തിലെ വസ്തുതകളെ ചോദ്യം ചെയ്യുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇനി ശാസ്ത്രം എന്തെങ്കിലും ഇത് കണ്ടുപിടിക്കുമ്പോൾ ആ 1-ാം അധ്യായത്തിന് സമാനമായി തീരും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബൈബിൾ ഒരു ശാസ്ത്രപുസ്തകമല്ല, എന്നാൽ അത് ശാസ്ത്രത്തിനെതിരല്ല. ശാസ്ത്രം ചിലപ്പോൾ തിരുത്താൻ ഇടവന്നേക്കാം, എന്നാൽ ബൈബിളിന് തിരുത്തപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. ഒരു വള്ളിക്കോ പുള്ളിക്കോ അതിന് വ്യത്യാസമില്ല എന്ന് ഓർക്കണം. മാത്രമല്ല, തികഞ്ഞ പ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഈ കാര്യത്തിൽ വിശ്വസിക്കുകയും ബൈബിളിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നവരാണെന്നുള്ളതും നാം ഓർക്കേണ്ടതേറെ ആവശ്യമാണ്. നല്ലൊരു ഉദാഹരണമാണ് ഐസക് ന്യൂട്ടൺ. ഓക്കെ, ഐസക് ന്യൂട്ടൺ തികഞ്ഞ ഒരു ദൈവവിശ്വാസിയായിരുന്നു. മാത്രമല്ല, ഐസക് ന്യൂട്ടനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരിൽ താൻ അഗ്രഗണ്യനായിരുന്നു. തന്നെയുമല്ല, ചിലർ തന്നെക്കുറിച്ച് പറയുന്നത് താൻ മോഡേൺ സയൻസ് ആൻഡ് ഫിസിക്സ് അതിൻ്റെ ഫാദർ, അതിൻ്റെ പിതാവ് എന്നാണ് ചിലരൊക്കെ തന്നെ പരാമർശിക്കുന്നത്. താൻ പോലും ദൈവവിശ്വാസിയായിരുന്നു എന്ന് മാത്രമല്ല, ദൈവവചനത്തെ വളരെ സ്നേഹിക്കുന്നവനായിരുന്നു. നാം പ്രധാനമായിട്ടും ഇപ്പോൾ ദൈവവചനത്തെക്കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ബൈബിളിനെ താൻ സ്നേഹിക്കുന്നവനായിരുന്നു എന്ന് മാത്രമല്ല, ദാനിയേൽ പ്രവചനം എന്ന് പറയുന്ന ഒരു പുസ്തകം ബൈബിളിൻ്റെ പഴയ നിയമത്തിലുണ്ട്. അത് വരാനുള്ള കാര്യങ്ങൾ ഒക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ താൻ മനസ്സിലാക്കുകയും അതേക്കുറിച്ച് ഒരു വ്യാഖ്യാനം എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഈ ദൈവവചനത്തെ, ബൈബിളിനെ മുറുകെ പിടിക്കുന്നവരായിരുന്നു, അവരുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു എന്നുള്ളത് നാം ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇതാണ്: സയൻസ് ബൈബിളിന് വിരുദ്ധമല്ല, ബൈബിൾ സയൻസിനും വിരുദ്ധമല്ല. ബൈബിൾ ദൈവവചനമാണ്. ഇപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ കാര്യം പരാമർശിച്ചപ്പോൾ ദാനിയേൽ പ്രവചനം എന്നൊരു പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ബൈബിളിൽ ധാരാളം പ്രവചനങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു എന്നുള്ളതാണല്ലോ പ്രവചനത്തിൻ്റെ ഒരർത്ഥം. അപ്പോൾ അങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതായി, അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യപ്പെട്ടതായി നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ടോ? അതിന് ഉത്തരമായി അനവധി കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. നാം നോക്കുമ്പോൾ ബൈബിളിലെ നല്ലൊരു ഭാഗവും പ്രവചന ഭാഗങ്ങളാണ്. വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് എത്ര പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ വേദപഠിതാക്കളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ 8,000, 7,000, 8,000 വരെ എണ്ണിയിട്ടുള്ളവരുണ്ട്. ചിലർ പറയുന്നത് 1000 മുതൽ 2500 വരെ എന്നാണ്. എന്തെണ്ണവുമാകട്ടെ, അനവധി പ്രവചനങ്ങൾ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ പ്രവചന ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ മിക്കതും ഏത് നിലയിൽ പ്രവചരിക്കുന്നുവോ അതേ നിലയിൽ
തികഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫുൾഫിൽഡായി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ കണക്കിലെടുക്കുക. 300-ലധികം പ്രവചനം അവൻ്റെ ജനനം, ജീവിതം തുടങ്ങിയവയെക്കുറിച്ചുണ്ട്. തൻ്റെ ജനനം, ജീവിതം തുടങ്ങിയവയാൽ അവ മുഴുവനും പൂർത്തിയാക്കി, ഒന്നുപോലും പൂർത്തിയാക്കാതെ വന്നില്ല. തിരുവചനത്തിൻ്റെ പ്രാരംഭം തൊട്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. അവൻ സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന കാര്യം, അബ്രഹാമിൻ്റെ സന്തതിയായി ജനിക്കുന്ന കാര്യം, ദാവീദിൻ്റെ സന്തതിയായി ജനിക്കുന്ന കാര്യം, അതുപോലെ ബേത്ലഹേമിൽ ജനിക്കുന്ന കാര്യം, ഇവയെല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ തൻ്റെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ വരെ പ്രവചനത്തിൽ പറഞ്ഞിരുന്നു. പ്രവചനം എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, യെശയ്യാവിൻ്റെ പ്രവചനം തന്നെ എടുക്കുക. കർത്താവ് ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് താൻ പറഞ്ഞതാ. ആരെങ്കിലും നമ്മുടെ കാര്യം ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞാൽ നമുക്ക് എത്രയോ അതിശയമായിരിക്കും. പിന്നെ ആ ആളിൻ്റെ പിന്നാലെ ആയിരിക്കും ലോകമെല്ലാം, ഇല്ലേ? ഇത് നോക്കുക, 700-800 വർഷങ്ങൾക്ക് മുൻപ് പ്രവചനാത്മാവിൽ അത് കണ്ട് അതെല്ലാം പറഞ്ഞു. അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, വ്യക്തമായി കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു ഉദാഹരണം ഇസ്രയേൽ തന്നെയാണ്. നോക്കുക, നാം മുൻപ് ചില സാമ്രാജ്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് നാം ഓർത്തു. അശൂര്, ബാബിലോൺ, അതുപോലെ മേദോപാർസ്യ, റോം, ഇവയൊക്കെ അതാത് കാലങ്ങളിലെ വലിയ സാമ്രാജ്യങ്ങളായിരുന്നു. ലോകം ഭരിച്ചിരുന്ന, ലോകത്തെ നിയന്ത്രിച്ചിരുന്ന സാമ്രാജ്യങ്ങളായിരുന്നു. ഇന്ന് അതൊക്കെ എവിടെയാ? ഈജിപ്റ്റ് എന്നൊന്നുണ്ട്, എന്നാൽ അത് സാമ്രാജ്യമൊന്നും അല്ല. അതുപോലെ ബാബിലോൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് ചെറിയൊരു സ്ഥലമാണ്. ആ സാമ്രാജ്യങ്ങളൊന്നും ഇന്നില്ല. എന്നാൽ ഇസ്രയേലോ? ഇസ്രയേലിനെ നശിപ്പിക്കാൻ എത്രയോ ശ്രമങ്ങളുണ്ടായിരുന്നു. ഒരു ചെറിയ സാമ്രാജ്യമാണ്, ഒരു ചെറിയ രാജ്യമാണ്. ആ രാജ്യം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് തിരുവചനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഒരു തെളിവാണ്. അപ്പോൾ അത് ഇന്നും സാമ്രാജ്യമായി, ഒരു രാജ്യമായി നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, 1948 അവർ ഒരു രാഷ്ട്രമായിട്ട് അവർ രൂപം കൊണ്ടു. നമുക്കറിയാം, ചരിത്രത്തിലുള്ള കാര്യമാണല്ലോ. ഇസ്രയേൽ ഇന്നുമുണ്ട്. മാത്രമല്ല, ലോകത്തിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ പോലും ഇസ്രയേലിനെ ചുറ്റിപ്പറ്റിയുള്ളതാ. ഇസ്രയേലിന് ഒരു ഭാരമായിട്ടാണ് ലോകത്തിന് തന്നെ ഉള്ളത്, ഇല്ലേ? അതിനെ പിന്താങ്ങുന്നവർക്കൊരു ഭാരമാണ് ഇസ്രയേൽ ഇന്ന്. എന്നാൽ ഇന്ന് ഇസ്രയേലിനെ ഒഴിച്ചു നിൽക്കുവാനായിട്ട് ഒരുത്തർക്കും സാധ്യമല്ല. പ്രോസ്പർ ചെയ്യുന്ന ഒരു ഡെമോക്രസി ആയിട്ട് ഇന്നും ഇസ്രയേൽ അവിടെ ഉണ്ട്. അത് തുടരുന്നു, ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ അത്. അപ്പോൾ ആ ഇസ്രയേൽ എന്ന് പറയുന്നത് നല്ലൊരു തെളിവാണ്. ഒരു പ്രഷ്യൻ രാജാവ് ഉണ്ടായിരുന്നു. തൻ്റെ പേര് ഫ്രെഡറിക് എന്നായിരുന്നു. താൻ ഒരിക്കൽ തൻ്റെ കോർട്ടിൽ അവിടെ ജ്ഞാനിയായിട്ടുണ്ടായിരുന്ന ഒരുവനെ വിളിച്ച്, തൻ്റെ വൈദ്യനോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു, വിളിച്ച് തന്നോട് ചോദിച്ചു. തന്നൊരു നല്ല ദൈവഭക്തനായിരുന്നു, ബൈബിളിൽ വിശ്വസിക്കുന്നവനായിരുന്നു. നീ ബൈബിൾ സത്യമാണെന്നുള്ളതിന് ഒരു തെളിവ് ഒരു വാക്കിലൊരു തെളിവ് തരാനായിട്ട് തന്നോട് പറഞ്ഞു. അപ്പോൾ താൻ ഉത്തരം പറഞ്ഞത് യഹൂദൻ എന്നായിരുന്നു. ആ ഒരു വാക്ക്, യഹൂദൻ. അപ്പോൾ യഹൂദനെ പഠിച്ചാൽ മതി, ബൈബിൾ സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. ഒരു കാലത്തുണ്ടായിരുന്നു ഇസ്രയേലിൻ്റെ കാര്യം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നവർ, എന്നാൽ ബൈബിൾ വ്യക്തമായി പറഞ്ഞിരുന്നു അവർ വീണ്ടും മടങ്ങി വരുമെന്നുള്ളത്. ദൈവം അവരെ മടക്കി കൊണ്ടുവരുമെന്നുള്ളത്. അങ്ങനെ അവർ മടക്കി അവരുടെ രാജ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. 1948 മുതൽ ലോകത്തിൽ എത്രയോ അവർ ചിതറിക്കപ്പെട്ടു. ഇന്ത്യയിലും ഒക്കെ അവർ എത്രയോ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്സിലാണെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവർ മിക്കവാറും പേർ ഒക്കെ അവിടെ ഇപ്പോൾ മടങ്ങി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അതിൻ്റെ ഭാവിയെക്കുറിച്ചും ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ഭാവിയെക്കുറിച്ച് ഇനി നടക്കാനുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതും അതുപോലെ തന്നെ നിറവേറും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബൈബിളിൻ്റെ പ്രവചന വസ്തുതകൾ അത് സത്യം തന്നെയാണ്. അവയെല്ലാം നിറവേറ്റപ്പെടും. 1948 വരെ ഇസ്രയേൽ എന്നുള്ളൊരു രാജ്യം ഭൂപടത്തിലില്ലായിരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ജനങ്ങൾ സംശയിച്ച് കാണുമായിരിക്കും ബൈബിളിൽ അന്ന് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളൊക്കെ നടക്കുമോ എന്ന്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇസ്രയേൽ വീണ്ടും ഒരു രാഷ്ട്രമാവുകയും ശക്തിപ്പെടുകയും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥലമായി നിൽക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ബൈബിളിൻ്റെ ആധികാരികതയ്ക്ക്
വലിയൊരു ശക്തമായ തെളിവ് തന്നെയാണത്. നിശ്ചയമായിട്ടും യാ. ഇപ്പോൾ നമ്മൾ ബൈബിള് ആധികാരികമാണെന്ന് തെളിയിക്കാനുള്ള പല കാര്യങ്ങൾ സാർ പറയുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഈ ബൈബിള് എഴുതി തന്നിരിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശം എന്താണ്? എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം ഈ ദൈവവചനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബൈബിൾ നൽകിയിരിക്കുന്നത്? ഏതൊരു പുസ്തകം നാം വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അതിലെ പ്രധാന സന്ദേശം അറിയുവാനായിട്ട് ഏറെ ആവശ്യമുണ്ട്, സംശയമില്ല. അപ്പോൾ ബൈബിളും ദൈവം നമുക്ക് നൽകിയ ഗ്രന്ഥമാണ്. അതിൻ്റെ സന്ദേശം എന്താണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ മുമ്പ് നാം സംസാരിച്ചപ്പോൾ ഓർക്കുകയുണ്ടായി, ഇതൊരു ശാസ്ത്രഗ്രന്ഥമല്ല, എന്നാൽ ശാസ്ത്രം അതിലുണ്ട്. ഇതൊരു ചരിത്രഗ്രന്ഥമല്ല, എന്നാൽ ചരിത്രം അതിലുണ്ട്. ഇതൊക്കെ അതിലുണ്ടെങ്കിലും ഇതിലെ പ്രധാന സന്ദേശം വീണ്ടെടുപ്പിൻ്റെ സന്ദേശമാണ്. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് റിഡംഷൻ. അപ്പോൾ റിഡംഷൻ എന്നൊക്കെ പറയുമ്പോൾ മലയാളം വീണ്ടെടുപ്പാണല്ലോ. ആ വീണ്ടെടുപ്പ് എന്താണെന്ന് ഞാൻ പറയാനായിട്ട് ആവശ്യമുണ്ട്. ബൈബിളിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം, അതാണ് അതിൻ്റെ ആദ്യത്തെ പുസ്തകം. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഈ കാണുന്ന സകലത്തിൻ്റെയും ഉൽപ്പത്തി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ദൈവം സകലത്തെയും സൃഷ്ടിക്കുന്നു, തൻ്റെ വാക്കാൽ സൃഷ്ടിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ സൃഷ്ടിച്ച ഈ സൃഷ്ടിയിൽ മനുഷ്യനെ താൻ സെറ്റിൽ ചെയ്യിക്കുന്നു. മാത്രമല്ല, അവൻ എങ്ങനെ ജീവിക്കണം അതിന് ആവശ്യമുള്ള കൽപ്പനകളൊക്കെ അവന് നൽകുന്നു. ആ കൽപ്പനകൾ നൽകി, ആ കൽപ്പനകൾ അവൻ അനുസരിച്ച് തൻ്റെ അനുഗ്രഹം താൻ അനുഭവിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവിക ആ സ്വഭാവത്തിൽ താൻ വർദ്ധിക്കണമെന്നുള്ളതായിരുന്നു ദൈവിക ആഗ്രഹം. ചിലർ ചോദിക്കാറുണ്ട്, ആ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ഇവർ തിന്നും, അത് ദൈവത്തിന് അറിയില്ലായിരുന്നോ? സർവ്വജ്ഞാനിയായിരുന്നുവല്ലോ, എന്തിനത് അവിടെ വെച്ചു? ഇവർ ഇത് തിന്ന് ആത്മീയമായി മരിച്ചു പോകാനും ഈ കഷ്ടതയിലൊക്കെ വന്നു പെടാനുമല്ല ദൈവം അതവിടെ വെച്ചത്. ദൈവത്തിന് അറിയാമായിരുന്നു ഇതൊക്കെ സംഭവിക്കുമെന്നുള്ളത്. എന്നാൽ അത് ഭക്ഷിക്കാതെ ഇരുന്ന് അവർ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതായിരുന്നു ദൈവിക ആഗ്രഹം. കൽപ്പന അനുസരിച്ച് ആ അനുസരണത്തിലൂടെ ദൈവിക അനുഗ്രഹത്തിനും അതുപോലെ സ്വഭാവത്തിനും അവർ പങ്കാളികളാകണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ അവർക്ക് സ്വാതന്ത്ര്യം, ഇച്ഛാശക്തി നൽകിയിരുന്നു. അവർ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചു. അതാണ് ആദ്യത്തെ പാപം. അങ്ങനെ അവർ ദൈവത്തിൽ നിന്നും അന്യം നിന്ന് പോയി. ദൈവം അവരെ ശിക്ഷിക്കുന്നത് നാം കാണുന്നുണ്ട്. ആ ഏദൻ പർദീസയിൽ നിന്നും പുറത്താക്കുന്നു. മാത്രമല്ല, അവർ തിരഞ്ഞെടുത്ത ആ വഴിയിൽ അവർ കൂടുതൽ കഷ്ടത്തിലേക്ക്, ആ ജീവിതത്തിൻ്റെ ദുരിതങ്ങളിലേക്ക് പോകുന്നതും മരണത്തിലെല്ലാം കലാശിക്കുന്നതുമാണ് നാം കാണുന്ന ചരിത്രം. അത് ദൈവത്തിൻ്റെ വചനത്തിലെ ചരിത്രമാണെങ്കിലും ലോക ചരിത്രമാണെങ്കിലും എവിടെ നോക്കിയാലും നമുക്കതാ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഷ്ടതയിലും ദുരിതത്തിലും വർദ്ധിക്കുന്ന, ദൈവത്തിൽ നിന്നും കൂടുതൽ അകന്നു പോകുന്ന മനുഷ്യനെയാണ് നാം കാണുന്നത്. ഇന്നത്തെ അവസ്ഥ നോക്കിയാലും ഏതാണ്ട് അങ്ങനെയൊക്കെയാണല്ലോ. എന്നാൽ ദൈവം സ്നേഹവാനുമാണ്. അവൻ നീതിമാനാ, അതൊരു കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യനെ ശിക്ഷിക്കണം. എന്നാൽ ദൈവം സ്നേഹവാനുമാണ്. താൻ സ്നേഹവാനായതുകൊണ്ട് ഇങ്ങനെ തെറ്റിപ്പോയ മനുഷ്യന് ഒരു മടങ്ങി വരവിനുള്ള വഴി ഒരുക്കേണ്ടത് ആവശ്യമാണ്. അതാണ് വീണ്ടെടുപ്പിൻ്റെ വഴിയെന്ന് നാം പറയുന്നത്. തിരിച്ചു വരാനുള്ള ഒരു വഴി. എന്താണ് ആ വഴി? യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. എന്തിനായിട്ട് വന്നു? ക്രൂശിൽ മരിക്കുവാൻ. എന്തിനു മരിക്കണം? പാപത്തിൻ്റെ ശിക്ഷ മരണമാണെന്ന് ദൈവവചനം തന്നെ പറയുന്നു. അപ്പോൾ അവൻ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. അത് നമ്മുടെ പാപത്തിനാ, ലോകത്തിൻ്റെ പാപത്തിനായിട്ടാണ്. അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരാം. ആ പാപത്തിൻ്റെ ശാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് അവന് അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ ജീവൻ അവൻ ഭാഗമാകുന്നു. അനുഗ്രഹകരമായിട്ടുള്ളൊരു ജീവിതം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഇടവരുന്നു. തന്നെയുമല്ല, ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം യേശുക്രിസ്തുവിനോടൊപ്പം ഒരു നാൾ ആയിരിക്കാമെന്നുള്ള ആ ഭാഗ്യകരമായ പ്രത്യാശയും ആ വ്യക്തിക്കുണ്ടാകുന്നു. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭത്തിൽ വീഴ്ച നാം കാണുന്നു. അതിൻ്റെ ഫലം നാം പല നിലകളിൽ കാണുന്നു. തിരുവചനത്തിലെ, ബൈബിളിലെ ചരിത്രമെന്ന് പറയുന്നത് ദൈവം ഈ വീണ്ടെടുപ്പ് വഴിയിലൂടെ എങ്ങനെ മനുഷ്യനെ വീണ്ടും അനുഗ്രഹത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ള കാര്യമാണ്.
വെളിപ്പാട് പുസ്തകമാണ് ബൈബിളിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം. അതിൻ്റെ ഒടുവിലത്തെ അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അത് പഠിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, എന്തൊക്കെ പാപനിമിത്തം നഷ്ടമായിപ്പോയോ അതൊക്കെ മനുഷ്യന് മടങ്ങി വരുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ ബൈബിൾ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ദൈവം ഈ വീണ്ടെടുപ്പ് വഴി ഒരുക്കി യേശുക്രിസ്തുവിലൂടെ. ശരിയാണ്. എന്നാൽ ആ അനുഗ്രഹത്തിലേക്ക് കടക്കണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ വിശ്വാസം എന്നുള്ളതാണ്. വിശ്വാസം എന്താ? വിശ്വാസം ഒരു സമർപ്പണം. നമ്മുടെ ജീവിതത്തെ നമുക്കായി തന്നെത്താൻ നൽകിയ കർത്താവിനായി സമർപ്പിക്കുക, അവനിൽ നാം ആശ്രയിക്കുക, യേശുക്രിസ്തുവിനെ കർത്താവായി രക്ഷിതാവായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. അതാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ മക്കളായി, കർത്താവിനെ അനുഗമിക്കുന്നവരായി, ദൈവമക്കളായി ജീവിക്കുവാനുള്ള വലിയ ഭാഗ്യം, അനുഗ്രഹം നൽകും. അതാണ് ആ ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിളിൻ്റെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്നവർ ആ ഒരു അനുഭവത്തിലേക്ക് എത്തേണ്ടതേറെ ആവശ്യമാണ്. അതാ നിങ്ങളെക്കുറിച്ച്, എല്ലാവരെക്കുറിച്ചും, ആ ലോകത്തിലുള്ള സകലരെയും കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് ഈ ബൈബിൾ നമുക്ക് നൽകിയിരിക്കുന്നത്. നാം ആ വചനത്തിലൂടെ ഈ വഴി, വീണ്ടെടുപ്പിൻ്റെ വഴി നാം കണ്ടെത്തണം, ആ അനുഗ്രഹത്തിൽ പ്രവേശിക്കണം. ദൈവം നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. അത് പറയുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. വളരെ വ്യക്തമാണ് സാർ പറഞ്ഞ കാര്യങ്ങൾ. ബൈബിൾ ഈ കാലഘട്ടത്തിലും വിശ്വാസത്തിന് യോഗ്യമാണ് എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സാറ് പറഞ്ഞിരിക്കുന്നത് തികച്ചും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബൈബിളിൻ്റെ പ്രധാന സന്ദേശം എന്ന് പറയുന്നതും വിശ്വാസയോഗ്യമാണ് എന്ന് തീർച്ചയായിട്ടും ഗണിക്കുവാനായിട്ട് കഴിയും. ഇന്ന് ലൈഫ് ഫോക്കസിലൂടെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് കേട്ട വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കി കാണും ബൈബിൾ എന്തുകൊണ്ടാണ് സത്യഗ്രന്ഥമാണ് എന്ന് പറയുന്നത് എന്ന്. മാത്രമല്ല അതിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശം മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് ആണ് എന്നുള്ളതും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ ബൈബിൾ നൽകുന്ന യഥാർത്ഥ സന്ദേശം, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശം നിങ്ങളുടെ ജീവിതത്തെയും മാറ്റിമറിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.